നമസ്കാരം. ഓരോ നക്ഷത്രക്കാർക്കും നല്ല സമയങ്ങളുണ്ട്. നല്ല സമയത്ത് നമ്മൾ നല്ലോണം പ്രവർത്തിച്ചെങ്കിലേ ചീത്ത സമയമാകുമ്പോൾ നമുക്ക് ആ നന്മയുടെ അംശം വെച്ച് ആ ചീത്ത സമയം മറികടന്ന് പോകാൻ പറ്റത്തുള്ളൂ. ഓരോ നക്ഷത്രക്കാർക്കും ഓരോ പ്രായത്തിൽ രക്ഷപ്പെടാൻ, ഭാഗ്യങ്ങളുണ്ടാവാൻ, വളർച്ചകളുണ്ടാവാൻ, ഉയർച്ചകളുണ്ടാവാൻ ഒക്കെയുള്ള സമയങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. അശ്വതി നക്ഷത്രത്തിന് 12, 13, 14, 18, 19 ഇത്രയും പ്രായങ്ങൾ കുറച്ചുകൂടെ പഠിക്കാനായാലും ഉയർച്ചയ്ക്കായാലും ഒക്കെ കുറച്ചുകൂടെ നല്ല സമയമായിട്ട് പഠിക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പഠിക്കാൻ, നല്ല ഉന്നത വിദ്യാഭ്യാസങ്ങൾ ഉണ്ടാവാൻ സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വിവാഹത്തിനായാലും എല്ലാത്തിനും വാഹനം, വസ്തു, വീട് എല്ലാത്തിനും പറ്റുന്ന സമയങ്ങളിനകത്തുണ്ട്. അടുത്തത് 23, 24, 33, 37, 38, 41, 42, 43, 51, 52, 58, 60 ഈ പ്രായങ്ങൾ അശ്വതി നക്ഷത്രത്തിൻ്റെയാണ്. ഈ പ്രായങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഈ 40 വയസ്സ് കഴിഞ്ഞോ അല്ലെ 50 വയസ്സ് കഴിഞ്ഞോ എൻ്റെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവനും ഈ പറഞ്ഞ സമയങ്ങൾ നല്ല സമയങ്ങളാണ്. ഇതൊക്കെ നമുക്ക് ഗുണപ്പെടുത്തി എടുക്കാവുന്നതേ ഉള്ളൂ. ഭരണി നക്ഷത്രത്തിലേക്ക് ഒന്ന് നോക്കാം. 1, 2, 3, 5, 9, 13, 15, 18, 19 ഈ പ്രായങ്ങളൊക്കെ നമുക്ക് വളർച്ചയുടെ പ്രായങ്ങളാണ്, വളർന്നു വരുന്ന പ്രായങ്ങളല്ലേ. 19 വയസ്സ് വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി ജനിച്ച് 1 വയസ്സ് തൊട്ട് ഇടയ്ക്ക് കുട്ടി ജനിച്ച് കുട്ടിക്ക് ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ കിട്ടേണ്ടതുണ്ട്. കിട്ടേണ്ട കാര്യങ്ങളെല്ലാം സമയത്ത് കിട്ടിക്കഴിഞ്ഞെങ്കിൽ നല്ല ഉയർന്ന വിദ്യാഭ്യാസമായാലും ഉയർന്ന ചിന്താഗതിയായാലും ചിന്താശേഷിയായാലും നല്ല സ്വഭാവമായാലും നല്ല ഒരു സമൂഹത്തിൽ ഇടപെടാനുള്ള കഴിവായാലും എല്ലാം ഉണ്ടാവത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ 21, 22, 23, 28, 33, 34, 39, 45, 50, 53, 54, 59 ഈ പ്രായങ്ങളിൽ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് പല വീഴ്ചകളും അപകടങ്ങളും മനപ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും കയറിപ്പോകാൻ പറ്റുന്നൊരു സാഹചര്യങ്ങൾ ഈ പ്രായത്തിൽ ഉണ്ടാകുന്നതാണ്. കാർത്തികയ്ക്ക് 10, 11, 12, 14, 16, 19 ഈ പ്രായങ്ങളാണ് നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ ആ സമയത്ത് കിട്ടാനും വളർച്ചയ്ക്കും വിദ്യാഭ്യാസത്തിനും ഒക്കെ കുറച്ചുകൂടെ ഗുണകരമായിട്ട് പറയുന്നത്. ഇനി 23, 24, 25, 27, 28, 31, 32, 35, 37, 39, 42, 45, 56, 57, 60, 61, 63 ഈ പ്രായങ്ങളിൽ വിവാഹബന്ധം വേർപെട്ടവർക്ക് പുനർവിവാഹത്തിന്, ബിസിനസ്സിൽ പരാജയപ്പെട്ടവർക്ക് പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ, നല്ല കൂട്ടുകെട്ടുകളിലൂടെ നല്ല കച്ചവടങ്ങൾ തുടങ്ങാൻ ഒക്കെ അനുകൂലമായിട്ട് പറയുന്നുണ്ട്. രോഹിണിക്ക് 5, 6, 7, 9, 12, 13, 17, 18, 19 ഈ പ്രായങ്ങൾ ഗുണകരമാണ്. എന്നുവെച്ചാൽ മറ്റ് പ്രായങ്ങൾ ദോഷകരമാണെന്നല്ല പറയുന്നത്, താരതമ്യേന ഗുണകരമാണ്. ശ്രമിച്ചാൽ വേണമെങ്കിൽ നേടിയെടുക്കാൻ പറ്റുന്ന കാലമാണ്. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത് പോലെ ചെറുപ്പത്തിൽ നമ്മൾ എങ്ങനെ വളരുന്നോ, ജീവിത സാഹചര്യം എങ്ങനെയോ അതനുസരിച്ച് നമുക്ക് മുമ്പോട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മളെ സ്വാധീനിക്കും അല്ലേ എന്ന് പറയുന്നത് പോലെ ഈ ചെറുപ്പത്തിൽ ഞാൻ ഈ പറയുന്ന പ്രായങ്ങൾ കൊച്ചുകുട്ടികളെ വേണ്ട വിധം പരിചരിച്ചു കഴിഞ്ഞാൽ, അല്ലെ വേണ്ട വിധം അവർക്ക് നല്ല ഒരു വിഷൻ, നല്ല ഒരു ദൃഷ്ടി, നല്ല ഒരു മേഖല കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ കയറിപ്പോകാൻ പറ്റുന്ന പ്രായമാണ്. 22 വയസ്സായിട്ട് ഞാൻ കൊച്ചിലെ പഠിച്ചിരുന്നെങ്കിൽ എനിക്കിന്ന് ഈ ഗതി വരുത്തില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? നേരത്തെ ചിന്തിക്കണം. ഇപ്പം 26, 27, 31, 32, 47, 49, 56, 57, 61, 68 ഈ പ്രായങ്ങൾ രോഹിണിക്ക് ഗുണകരമായിട്ട് പറയുന്നുണ്ട്. ശ്രമിച്ചു കഴിഞ്ഞാൽ കയറി പോകാമെന്നുള്ളതേ ഉള്ളൂ. മകയിരത്തിന് 1, 2, 3, 5, 7, 9 ഇത് കഴിഞ്ഞാൽ പിന്നെ 19 ഉള്ളൂ. 9 കഴിഞ്ഞാൽ 19, 23, 24, 26, 26 കഴിഞ്ഞാൽ 32, 33, 38, 41, 44, 47, 49, 58, 60, 62 ഈ പ്രായങ്ങളും ഗുണകരമായിട്ട് പറയുന്നുണ്ട്. തിരുവാതിരയ്ക്ക് 12, 13, 15, 19, 24
25, 27, 29, 33, 38, 40, 45. ഈ പ്രായങ്ങൾ നേടിയെടുക്കാനും വളർച്ചയ്ക്കും ഒക്കെ ഉള്ള പ്രായങ്ങളാണ്. പുണർത്തത്തിനാണെങ്കിൽ 4, 5, 6, 7, 9, 11, 13, 17, 19, 20. ഈ പ്രായത്തിൽ നല്ല രീതിയിലുള്ള ഉയർന്ന വിദ്യാഭ്യാസം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിൽ സർവീസ് വരെ കയറി, അല്ല IPS അങ്ങനെയുള്ള മേഖല വരെ കയറി പറ്റാനുള്ള യോഗങ്ങളൊക്കെ പുണർനക്ഷത്രക്കാർക്ക് പറയുന്നുണ്ട്. ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നേടിയെടുക്കാവുന്നുള്ളതേ ഉള്ളൂ. ഇനിയും 21, 24, 25, 26, 29, 30, 31, 32, 34, 35, 39, 41, 43, 47, 48, 51, 62. ഈ പ്രായത്തിലൂടെ കടന്നു പോകുന്നവരും ശ്രമിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാവുന്നുള്ളതേ ഉള്ളൂ. പൂയം നക്ഷത്രത്തിൻ്റെ നോക്കാം. 6, 7, 8, 10, 12, 14, 15, 18, 19, 21, 23, 24, 28, 30, 31, 34, 35, 36, 40, 42, 46, 49, 52, 53, 59, 65. ഈ പ്രായത്തിൽ കടന്നു പോകുന്ന പൂയം നക്ഷത്രക്കാർക്ക് ആദ്യം തൊട്ട് ഞാൻ സമയങ്ങൾ പറഞ്ഞു. ഓരോരുത്തർക്കും അറിയാം എന്തൊക്കെ പ്രായത്തിൽ എന്തെല്ലാം നേടിയെടുക്കാൻ പറ്റും, എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നല്ലേ. ഒരു കൊച്ചുകുട്ടി ജനിക്കുമ്പോഴേ അപ്പോൾ ആ കുട്ടിയുടെ തലയിലോട്ട് IAS ബിരുദം എടുത്ത് വെക്കണമെന്നോ അല്ലെങ്കിൽ കളക്ടർ ആക്കണമെന്നോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് ആക്കണമെന്നോ അല്ല ഞാൻ പറയുന്നത്. അപ്പോൾ നല്ല വിദ്യാഭ്യാസം, നല്ല സമാധാനം, കുടുംബ ഐക്യത, കൊച്ചുകുട്ടികളായാലും മുതിർന്നവർ കാണിക്കുന്നത് കണ്ട അവൾ വളരുന്നത് അല്ലേ. കുടുംബത്തിൽ നല്ല സമാധാനവും ഐക്യതയും സ്നേഹവും ഒക്കെ ആയിട്ട് പോയാൽ എന്ത് ചെയ്യും? ഈ കുട്ടിക്ക് ചിലപ്പോൾ ഒരു സഹോദരൻ ഉണ്ടാവും, ഒരു സഹോദരി ഉണ്ടാവും, ചിലപ്പോൾ സുഹൃത്തുക്കളുണ്ടാവും. നാളെ ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ട ഒരു കുട്ടിയാണ്. അപ്പം ആ കുട്ടിക്കും നല്ല ഒരു സ്വഭാവത്തോടെ ജീവിക്കാനൊരു സാഹചര്യമാണ് നമ്മളോട് ഒരുക്കി കൊടുക്കുന്നത്. വലിയ ഒരു ലോകത്തെ നന്നാക്കാൻ ചെറിയൊരു സ്വീകരണം എന്താ അറിയാം? ആദ്യം സ്വയം നന്നാവുക. ആയില്യം നക്ഷത്രത്തിൻ്റെ ഫലങ്ങളിലേക്ക് നോക്കാം. 2, 3, 4, 9, 10, 11, 13, 15, 19, 20. പഠിക്കുന്ന സമയങ്ങളാണിത്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇടയ്ക്ക് മുടക്കങ്ങൾ വന്നു പോയാലും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ കയറ്റി വിടാൻ പറ്റുന്ന സമയങ്ങളാണ്. അതിൽ നഷ്ടപ്പെട്ട വേറെ കുഴപ്പങ്ങളുണ്ട്. പല സമയത്തായിട്ട് വിദ്യാഭ്യാസം മുടങ്ങിപ്പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ സർക്കാർ ജോലിയൊക്കെ ഉള്ളവരാണെങ്കിൽ അച്ഛൻ മാറുന്നതനുസരിച്ച് വിദ്യാഭ്യാസം ചിലപ്പോൾ സ്കൂൾ മാറും. അങ്ങനെ ചിലപ്പോൾ 15 വയസ്സായ ചിലപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കേണ്ട അവസ്ഥ, 8ാം ക്ലാസ്സിൽ പഠിക്കേണ്ട അവസ്ഥ വരാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. 20, 22, 23, 25, 27, 36. 27 കഴിഞ്ഞാൽ 36 സമയം പറയുന്നുള്ളൂ. വിവാഹത്തിനായാലും തൊഴിലിലായാലും എല്ലാത്തിനും. അപ്പം 27 വയസ്സിന് എന്തെങ്കിലുമൊക്കെ ആയില്യം നക്ഷത്രക്കാർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്തോണം. ഇടയ്ക്ക് സമയമില്ലെന്നുള്ളതല്ല, അതിന് ജാതകം കൂടി നോക്കണം. 36, 37, 39, 41, 46, 49, 50, 56, 57, 60, 61. ഈ പ്രായത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ വളരെയധികം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം, ആ ജീവിതം കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളുണ്ടാവും. അവനവന് ഉയർച്ചയുണ്ടാവും. നാലാടെ മുമ്പിൽ നമുക്ക് തലയുയർത്ത് നിൽക്കാൻ പറ്റും. സമ്പത്ത് കാലത്ത് ദൈവത്ത് വെച്ചെങ്കിലേ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാൻ പറ്റത്തുള്ളൂ. അതൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. മകനക്ഷത്രക്കാർ 1, 3, 5, 6, 7, 12, 13, 15, 17. പഠിക്കേണ്ട സമയങ്ങളാണ്. പഠിച്ചു കഴിഞ്ഞാൽ വിദ്യാധനം സർവ്വധന പ്രധാനമെന്ന്. എല്ലാ ധനങ്ങളും ചിലപ്പോൾ കള്ളന്മാർ കൊണ്ടുവന്നിരിക്കും. നമുക്കുള്ള അറിവ് വെച്ച് നമുക്ക് മുന്നേറി പോകാൻ പറ്റും. പഴയ കാലത്തെ ഈ ബുദ്ധിയുള്ളവരെ രാജാക്കന്മാർ കൊല്ലാറില്ല. ഈ ഊരാക്കുടുക്കെന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇത് അഴിക്കാൻ പറ്റാത്ത ഓരോ കുടുക്കുകളാണ്. ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ഇപ്പോൾ റൂബിക്സ് ക്യൂബ് എന്നൊക്കെ പറയും. ആ രീതിയിലുള്ള ക്യൂബുകളൊക്കെ ഉണ്ട്. അന്ന് പഴയ കാലത്തും ഉണ്ട്. ആ കൊടുക്കെടുത്ത് കൊടുത്തിട്ട് ബുദ്ധിയിൽ അഗ്രഗണ്യന്മാരായിട്ടുള്ള ഒരു നിസ്സാര സമയം കൊണ്ട് ഇതൊക്കെ വിശ്വകർമ്മജരുടെ ഒരു ബുദ്ധിയാണ് ഊരാക്കുടുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റും. അങ്ങനെയുള്ളവരെ വധശിക്ഷയിൽ നിന്ന് പോലും ഒഴിവാക്കപ്പെടുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ആ ബുദ്ധി വെച്ച് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന സമയങ്ങളാണ്, ബുദ്ധി വളർച്ചയുള്ള സമയങ്ങളാണ്. ഇത്ര സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബയോളജി പ്രകാരമൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ബുദ്ധി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. കൊച്ചുകുട്ടികളായിരിക്കും ഭയങ്കര IQ ആയിരിക്കും, ഭയങ്കര മെമ്മറി ആയിരിക്കും. മെമ്മറിക്കൊത്ത് നമ്മൾ വിദ്യാഭ്യാസം, നല്ല ഭക്ഷണം, നല്ല ഇടപെടൽ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ഒരു മരത്തിൻ്റെ കൂട്ടാണ്. ഒരു സ്വർണം കായ്ക്കുന്ന മരം വയ്ക്കുന്ന പോലെ ഒരു കുട്ടിയെ വളർത്തുന്നത്.
അപ്പം ആ കുട്ടി നല്ല രീതിയിൽ സമയത്ത് വേണ്ട വെള്ളവും വളവും പരിചരണങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ശരിക്കും പറഞ്ഞാൽ സ്വർണം കായ്ക്കുന്ന മരം വേണ്ട, അല്ലെ പൊൻകുട്ടൻ താറാവ് വേണ്ട. ഒന്നുമില്ലാതെ തന്നെ ഈ കുട്ടിയെ കൊണ്ട് നമുക്ക് ഗുണങ്ങളുണ്ടാവും. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. മകനക്ഷത്രത്തെ നോക്കാം. 1, 3, 5, 6, 7, 12, 13, 15, 17, 21, 22, 24, 25, 30, 36, 42, 49, 50, 52, 53, 55, 59, 60, 63, 67. ഈ പ്രായങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഗുണപ്പെടുത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. പൂരനക്ഷത്രത്തിൻ്റെ 1, 2, 3, 4. പൂരനക്ഷത്രം ശുക്രദശയിലാണ് ജനനം. ഭരണി, പൂരം, പുരാടം ശുക്രദശയിലാണ് ജനനം. ജനനം സമയം തന്നെ നമുക്ക് ആ ഒരു ശിഷ്ടദശയൊക്കെ വെച്ച് ചിലപ്പോൾ കുറച്ചുകൂടെ ഒക്കെ സമയം കിട്ടിയെന്ന് വരാം. ഞാൻ പൊതുവേ ഉള്ളൊരു ഫലമാണ് ഈ പറയുന്നത്. 1, 2, 3, 4, 12, 13, 15, 16, 19, 20, 21, 22, 23, 27, 28, 29, 30, 37, 40, 42, 44, 46, 49, 53, 54, 60. ഈ പ്രായങ്ങളും പൂരനക്ഷത്രത്തിന് പൊതുവെ വളർച്ചയുടെ കാലങ്ങളാണ്. ഈ വർഷവും അടുത്ത വർഷവും ഒക്കെ ഈ പ്രായത്തിലൂടെ കടന്നു പോകുന്നവർ ശ്രമിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാവുന്നുള്ളതേ ഉള്ളൂ. ഉത്തരനക്ഷത്രത്തിൻ്റെ 2, 3, 5, 7, 9, 10, 11, 17, 18, 23, 24, 26, 28, 29, 30, 40, 42, 44, 46, 48, 50, 59, 60. ഈ പ്രായത്തിൽ കടന്നു പോകുന്ന ഉത്തരനക്ഷത്രക്കാർക്കായാലും രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുന്ന ഒരു വർഷമാണ് ഈ വർഷമായാലും അടുത്ത വർഷമായാലും ഒക്കെ. ഈ പ്രായത്തിലൂടെ കടന്നു പോകുന്നവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അത്തം നക്ഷത്രത്തിൻ്റെ രക്ഷപ്പെടാനുള്ള സമയം നമുക്കൊന്ന് നോക്കാം. 1, 2, 5, 6, 7, 8, 10, 12, 13, 14, 16, 17, 22, 25, 26, 28, 29, 33, 34, 35, 44, 46, 50, 54, 58, 59, 60, 63, 70. ഈ പ്രായത്തിൽപ്പെട്ട അത്തനക്ഷത്രക്കാർക്കും ഗുണകരമായിട്ടുള്ള വർഷമായിരിക്കാം, അല്ലെ വർഷമാണ് നമുക്ക് വരാൻ പോകുന്നത്. ഈ നക്ഷത്രത്തിൽപ്പെട്ടവർ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ചിത്തിര നക്ഷത്രത്തിൽപ്പെട്ടവർ 11, 12, 16, 19, 20, 21, 22, 27, 28, 31, 34, 36, 37, 42, 48, 49, 51, 53, 56, 60, 62. ഈ പ്രായത്തിൽ കടന്നു പോകുന്ന ചിത്തിര നക്ഷത്രക്കാർ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മുന്നേറ്റം ഉണ്ടാവും. ചോദ്യ നക്ഷത്രം 5, 6, 7, 10, 11, 13, 14, 16, 17, 18. അത് കഴിഞ്ഞാൽ 21, 22, 25, 26, 27. വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും ഒക്കെ ഒരുപോലെ പറ്റിയ സമയങ്ങളാണ്. 41, 42, 43, 45, 49, 50, 52, 55, 58, 61, 65. ഇപ്രായങ്ങളും അനുകൂലമാണ്. വിശാഖ നക്ഷത്രത്തിന് 3, 4, 5, 8, 9, 12, 13, 15, 17, 19, 20, 23, 24, 27, 29, 33, 39, 40, 46, 47, 51, 55, 60. ഈ പ്രായങ്ങളും ഗുണകരമാണ്. അനിഴം നക്ഷത്രത്തിന് 1, 2, 5, 6, 7, 8, 9, 10, 12, 13, 16, 17, 18, 19, 23, 24, 25, 29, 30, 37, 38, 39, 41, 45, 51, 56, 57, 60, 61 ഗുണകരമാണ്. ഈ പ്രായത്തിൽ കടന്നു പോകുന്നവരും ശ്രദ്ധിക്കുക. തൃക്കേട്ട നക്ഷത്രത്തിന് 2, 3, 7, 8, 9, 11, 12, 13, 14, 15, 18, 19, 20, 21, 22, 25, 26, 27, 29, 30, 34, 35, 36, 44, 46, 48, 49, 50, 54, 63 പ്രായത്തിൽപ്പെട്ടവരും ശ്രദ്ധിക്കുക. ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ജീവിതത്തിൻ്റെ പടവുകൾ മുന്നോട്ട് കയറി പോകാൻ പറ്റും. മൂലം നക്ഷത്രക്കാർ 1, 2, 4, 5, 6, 9, 10, 11, 17, 18, 19, 20, 22, 28, 29, 31, 33, 34, 38, 39, 40, 42, 43, 47, 52, 55, 56,
59, 62 ഈ പ്രായങ്ങളും ഗുണകരമാണ്. പുരട നക്ഷത്രക്കാര് 4, 5, 7, 9, 10, 12, 13, 16, 17, 19, 20, 23, 27, 28, 31, 32, 34, 37, 38, 40, 41, 44, 49, 51, 52, 58, 65 ഈ പ്രായത്തിലൂടെ കടന്നു പോകുന്നവരും ശ്രദ്ധിക്കുന്നത് ജീവിത വളർച്ചയ്ക്ക്, ജീവിത തടസ്സങ്ങൾ മാറുന്നതിന്, ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാകുന്നതിന് ഒക്കെ ഏറ്റവും പറ്റിയ പ്രായങ്ങളാണ്. ഉത്രാട നക്ഷത്രത്തിൻ്റെ 1, 2, 6, 7, 10, 11, 12, 14, 15, 16, 18, 19, 20, 21, 23, 27, 28, 29, 33, 34, 36, 39, 40, 48, 49, 50, 53, 55, 57, 60 ഈ പ്രായം ഗുണകരമായിട്ട് പറയുന്നുണ്ട് ഉത്രാട നക്ഷത്രത്തിന്. തിരുവോണ നക്ഷത്രത്തിന് 4, 5, 8, 9, 10, 11, 12, 13, 16, 17, 19, 20, 22, 24, 25, 26, 27, 29, 32, 34, 36, 40, 41, 42, 43, 45, 46, 51, 54, 55, 60, 63 ഈ പ്രായം ഗുണകരമാണ്. അവിട്ട നക്ഷത്രത്തിന് 10, 11, 12, 14, 16, 18, 19, 20, 22, 25, 26, 30, 35, 36, 38, 40 ഈ പ്രായം ഗുണകരമാണ്. ചതയ നക്ഷത്രത്തിന് 7, 8, 9, 11, 13, 14, 15, 19, 20, 21, 23, 24, 27, 29, 30, 31, 32, 37, 38, 42, 46, 47, 49, 50, 52, 53, 56, 57, 59, 61, 62 പ്രായങ്ങൾ ഗുണകരമാണ്. പുരുട നക്ഷത്രത്തിന് 4, 5, 6, 7, 9, 11, 12, 16, 17, 21, 22, 23, 24, 26, 31, 32, 33, 39, 40, 41, 47, 48, 49, 52, 57, 58, 60, 63 പ്രായം ഗുണകരമാണ്. ഉത്രട്ട നക്ഷത്രത്തിന് 10, 11, 12, 13, 15, 17, 18, 19, 21, 24, 25, 26, 30, 32, 34, 35, 38, 41, 45, 46, 50, 53, 54, 59, 60, 62, 63, 65 പ്രായങ്ങളും ഗുണകരമായിട്ട് പറയുന്നുണ്ട്. എല്ലാവർക്കും കയറിപ്പോവാൻ ഈശ്വരൻ ഓരോ പ്രായത്തിൽ ഓരോ പിടിവള്ളികളെ, ഓരോ സാഹചര്യങ്ങളെ നമുക്കുണ്ടാക്കും. ഒരു ഉയർച്ചയ്ക്ക് മുമ്പായിട്ട് എപ്പോഴും ഒരു താഴ്ച ഉണ്ടാവും. ഒരു മല കയറണമെങ്കിൽ എന്ത് വേണം? വേറൊരു മല കയറി താന്നിട്ടേ അടുത്ത മലയിലോട്ട് കയറി പോകാൻ പറ്റത്തുള്ളൂ. ഒരു മലയിൽ നിന്ന് അടുത്ത മലയിലോട്ട് കയറി പോകാൻ വളരെ പ്രയാസമാണ്, വളരെ ശ്രമകരമാണ്. അപ്പോൾ നമ്മൾ എത്ര ഉയരത്തിൽ പോയാലും താഴെ വന്നെങ്കിലേ സമ്മാനങ്ങളും ഉള്ളൂ, അല്ലേ എന്ന് പറയുന്ന പോലെ ജീവിതത്തിൽ ഓരോരുത്തർക്ക് ഓരോ സമയങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയങ്ങളാണ് ഞാനീ പറഞ്ഞിരിക്കുന്നത്. കൂറ് ബേസ്ഡായിട്ട് നാള് പരിഗണിച്ച്, നാള് ബേസ്ഡായിട്ടും ഗണിച്ചതിന് ശേഷം പറഞ്ഞിരിക്കുന്ന ഈ ഫലങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ജാതകം കൂടി പരിശോധിച്ച് ജാതകത്തിൽ ദശ, അപഹാരം, ഗോചരം, ദശാനാഥന്മാരുടെ സ്ഥാനങ്ങൾ, ഭാഗ്യകാരകനായിട്ടുള്ള ഗ്രഹത്തിൻ്റെ സ്ഥാനം, ഗ്രഹത്തിൽ ഉള്ള ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ, ബലമുള്ള ഗ്രഹത്തിനെ കൂടുതൽ ബലപ്പെടുത്താൻ വേണ്ടുന്ന കാര്യങ്ങൾ, ബലക്ഷയമുള്ള ഗ്രഹത്തിനെ ബലപ്പെടുത്താനുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്ത് കുടുംബത്തിലുള്ള വിഷയങ്ങൾക്കും കുടുംബത്തിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ട് അവയ്ക്കും മുജന്മത്തിനും ഒക്കെയുള്ള പരിഹാരങ്ങളും ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പ്രായങ്ങൾ നമുക്ക് ഗുണപ്പെടുത്തിയെടുക്കാൻ, രക്ഷപ്പെടാൻ, പിടിവള്ളി പിടിച്ച് കയറി പോവാൻ, ഒരു മല കയറാൻ, ചിലപ്പം കയറുന്ന മല സ്വർണ്ണമലയാവാം, ചിലപ്പോൾ വെള്ളിമലയാവാം, അങ്ങനെ പല ഇത് കാണും അല്ലേ. അപ്പം നമുക്ക് ആ കയറി പോകാനുള്ള പിടിവള്ളി കിട്ടി. അപ്പം നമ്മുടെ ആ മറ്റ് ദോഷങ്ങളൊന്നും ഇല്ലാതെ, നമുക്ക് വേറെ പ്രാരബ്ധങ്ങളോ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ അത് കയറിപ്പോവാൻ തക്ക ഒരു ഈശ്വര അനുഗ്രഹം, ഈശ്വരപ്രീതി 27 നാളുകാർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം.